ഉമാ തോമസ് MLA ആരോഗ്യനില നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ഉമാ തോമസിന്റെ ആരോഗ്യനില ഇപ്പോഴും തുടരുക, അതേ നിലയിൽ തന്നെയാണ് തുടരുന്നത്. അപകടനില തരണം ചെയ്തു എന്നിപ്പോഴും പറയാനായിട്ടില്ല. ഇന്നലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചതിന് ശേഷവും സ്റ്റേബിളായി എന്ന് പറയണമെങ്കിൽ 24 മണിക്കൂർ വേണമെന്നാണ് പറഞ്ഞത്. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ് ഉമാ തോമസ് MLA ഉള്ളത്. പാലാരിവട്ടം റെനെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് നമ്മളുടെ ഉമാ തോമസ് MLA. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ വിദഗ്ധ സംഘം ഇപ്പോൾ ഉമാ തോമസ് MLA നിരീക്ഷിക്കുന്നുണ്ട്. മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10 മണിയോടുകൂടി പുറത്തിറങ്ങിയേക്കും. നമുക്ക് അറിയാം, ഇന്നലെ കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത് ഉമാ തോമസിന്. മുഖമടിച്ച് ഈ താഴെയുള്ള കോൺക്രീറ്റ് സ്ലാബിലേക്ക് വീഴുകയായിരുന്നു ഉമാ തോമസ് MLA. നൃത്തപരിപാടി സംഘാടകർക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അലി അക്ബർഷായും ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് സൈഫ് ന്യൂസയും നമുക്കൊപ്പം ചേരും. ആദ്യം നമുക്ക് അലി അക്ബർഷായിലേക്കൊന്ന് പോകാം. അലി അക്ബർഷാ, ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നലത്തെ അതേ നിലയിൽ തുടരുന്നു എന്നാണോ പറയുന്നത്? സ്റ്റേബിളായി എന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല അല്ലേ അലി അക്ബർഷാ? തീർച്ചയായും അരുൺകുമാർ, ഉമാ തോമസ് MLA ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. ഇന്നലെ രാത്രി വൈകിയും ഡോക്ടർമാരുടെ സംഘം നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞതനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആശങ്ക ഒഴിഞ്ഞ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോഴും അതേ വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. രാവിലെ 10:30 മാത്രമേ പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങുകയുള്ളൂ. നിലവിൽ ഈ പറഞ്ഞതുപോലെ ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിക്കുന്ന 2 പരിക്കുകൾ, അതിൽ തന്നെയാണ് ഇപ്പോഴും നമുക്കും ഒരു ആശങ്കയുള്ളത്. ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതൊന്ന് ഉമാ തോമസ് MLA തലച്ചോറിനേറ്റിരിക്കുന്ന പരിക്കാണ്. ഈ വീഴ്ചയുടെ ആഘാതത്തിൽ തലയിൽ ഒരു ഗുരുതരമായ മുറിവ് ഉണ്ടായിട്ടുണ്ട്, ഒരു പരിക്കുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ അമിത രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടായത്. അതുപോലെ തന്നെ ശ്വാസകോശത്തിനേറ്റ പരിക്ക്, വാരിയല് തകർന്നിട്ടുണ്ട് ഈ വീഴ്ചയുടെ ആഘാതത്തിൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ശ്വാസകോശത്തിനൊരു ചതവുണ്ടായിരിക്കുന്നത്. ഇത് ഇന്റേണൽ ബ്ലീഡിങ്ങിന് കാരണമായിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ ഉമാ തോമസ് MLA നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ടുകൂടി ആരോഗ്യനില വഷളാകുന്ന നിലയിലേക്കുള്ള ഒരു പ്രധാന കാരണമായി അതും മാറിയിട്ടുണ്ട്. ഇതിന് പുറമെ ഈ വാരിയലിനുണ്ടായ തകർച്ച, മുഖത്തുണ്ടായ പരിക്ക്, അങ്ങനെ നിരവധി പരിക്കുകളുണ്ടെങ്കിലും ഈ ശ്വാസകോശത്തിനും അതുപോലെ തലയ്ക്കുമേറ്റിരിക്കുന്ന പരുക്കാണ് ഏറ്റവും പ്രധാനമായും ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. നിലവിൽ വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഉമാ തോമസ് MLA. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഇപ്പോൾ ഉമാ തോമസ് MLA ചികിത്സ പരിശോധനകൾ നടത്തുന്നത്. അവരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉമാ തോമസ് MLA ഉള്ളത്. ഇന്നലെ രാത്രിയിലെ പ്രതികരണം അനുസരിച്ച് 24 മണിക്കൂറിന് ശേഷം മാത്രമേ കൃത്യമായൊരു വിവരം ഇനി പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സർക്കാർ സംവിധാനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി ചെയ്യുന്നുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്നലെ രാത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം റെനെ മെഡ്സിറ്റിയിലേക്ക് എത്തി ഉമാ തോമസ് MLA പരിശോധനകൾ, അതിൽ നിരീക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ 10:30 വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ ഒരു ശുഭവാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഗുരുതരമായ ആരോപണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെ ഉന്നയിച്ചിരുന്നു. കാരണം സംസ്ഥാനത്തെ ഒരു മന്ത്രി ഉൾപ്പെടെ MLA ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദി തീർത്തും അശാസ്ത്രീയമായി, തീർത്തും അപകടകരമായ നിലയിലാണ് പണി തീർത്തിരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ അവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. തീർത്തും അശാസ്ത്രീയമായ നിലയിൽ ഒരു വരി കസേരയിടേണ്ട സ്ഥലത്ത് 2 വരി കസേരയിട്ട് മുന്നിലേക്ക് നടക്കാനുള്ള വഴിയില്ലാത്ത നിലയിൽ, അത്രയും ഉയരത്തിലുള്ള ഒരു സ്റ്റേജിന് ഒരു കൈവരി ഇല്ലാത്ത നിലയിലായിരുന്നു അവിടുത്തെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മൃദംഗ വിഷൻ എന്ന് പറയുന്ന സംഘാടക സമിതിക്കെതിരെ ഇപ്പോൾ പാലാരിവട്ടം പോലീസാണ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.